മൗലിദ് ആഘോഷം തനി ശിർക്കാണ്, നബിദിനം അനിസ്ലാമികമാണ്. ഇങ്ങനെയുള്ള ചില അബദ്ധ ജടിലമായ വാദങ്ങൾ ഉന്നയിക്കുന്നവർ റബീഉൽ അവ്വലാകുമ്പോ കടന്നു വരും. വളരെ പൊട്ടത്തരങ്ങളല്ലേ അവർ വിളിച്ചു പറയുന്നത്. വിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോ ആളുകളെ ഈമാൻ പേപ്പിക്കാൻ വേണ്ടി ചില ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്നവർ നബിദിനവുമായി ബന്ധപ്പെട്ട് വല്ലാത്ത ആലിളക്കം. എല്ലാ ആഘോഷം അവർ കഴിക്കും, കുട്ടിയുടെ ജന്മദിനം കഴിക്കും, സംഘടനയുടെ വാർഷികം കഴിക്കും. പക്ഷെ വിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോ വിശ്വാസികൾ മുത്തുനബിയോടുള്ള സ്നേഹ പ്രകടനത്തിന്റെ ഭാഗമായി ഒരുമിച്ച് കൂടുന്നത്, മൗലിദ് ഓതുന്നത്, മൗലിദ് സദസ്സ് സംഘടിപ്പിക്കുന്നത്, ഇത് തനി ശിർക്കാണ്, പാടില്ലാത്തതാണ്. നബിതങ്ങൾ മൗലിദ് നടത്തിയിട്ടുണ്ടോ, സ്വഹാബാക്കളുണ്ടോ? ഇങ്ങനെയുള്ള വല്ലാത്ത ചോദ്യങ്ങളായിരിക്കും. സത്യത്തിൽ എന്താണ് നബിദിനം കൊണ്ട്, മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സന്തോഷത്തിന്റെ ഒരു പ്രകടനമാണ്. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ വരുമ്പോ ആ പുണ്യനബി ജനിച്ച മാസമാണ് എന്നതുകൊണ്ട് ആ നബിയോടുള്ള കൂടുതൽ അടുപ്പവും സ്നേഹവുമാണ് ഇത്തരത്തിലുള്ള മൗലിദ് സദസ്സിലൂടെ വിശ്വാസികൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ബേസ്, പ്രധാന ഘടകം എന്താണ്? മൗലിദിന്റെ സദസ്സ്, മദ്ഹ്, വേദികൾ, മഹബ്ബത്ത്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്നെ ഒരാൾ സ്നേഹിച്ചാൽ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. ഇതല്ലേ ഈ മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? സ്നേഹമാണ് ഈമാനിന്റെ മാനദണ്ഡം. ലാ ഈമാന ലിമല്ല മഹബ്ബത ല. മഹബ്ബത്ത് സ്നേഹിക്കേണ്ടതിനെ സ്നേഹിക്കാത്തവനിക്ക് ഈമാനില്ല. ഇത്തരത്തിലുള്ള മൗലിദ് സദസ്സുകൾ മുത്തുനബിയോടുള്ള അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാനുള്ള ഒരു സ്നേഹ പ്രകടനത്തിന്റെ ഭാഗമാണ്. അള്ളാഹു ഈ വിശുദ്ധ റബീഉൽ അവ്വലും ധാരാളം പ്രകീർത്തന സദസ്സുകളിൽ സംഘടിപ്പിക്കാനും അതിൽ പങ്കെടുക്കാനും അതിലൂടെ കൂടുതലായി പുണ്യനബി അറിയാനും അവിടുത്തെ മാർഗം നമ്മുടെ മാർഗമായി ജീവിതത്തിൽ ചിട്ടപ്പെടുത്തി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ഉൾപ്പെടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.